Hi, how are you? Hope all of you are fine. I'm Maya Devi from Royal School of English, Thaliyalukku. In this video, we will discuss active as well as passive voice. In active voice, we will tense importance. Active and passive. Active voice, simple present tense. In simple present tense, construction singular subject subject in the V1 or V1 plus S or ES ആണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്കറിയാം she speaks. പ്ലൂറൽ ആണ്. they ആണെങ്കിൽ speak. ഇതാണല്ലോ സിമ്പിൾ പ്രസന്റ് ടെൻസ്. പക്ഷേ പാസീവ് വോയിസ് വരുമ്പോൾ സബ്ജക്റ്റിന് പ്ലസ് is, are plus V3. പ്രസന്റ് ടെൻസ് എടുത്താലും പാസ്റ്റ് ടെൻസ് എടുത്താലും ഏതായാലും കൺസ്ട്രക്ഷൻ ഒരുപോലെയാണ്. ഇൻ ആക്റ്റീവ് വോയിസിൽ സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ പ്രസന്റ് ടെൻസിൽ സിംഗുലർ സബ്ജക്റ്റ് പ്ലസ് V1 പ്ലസ് S or ES ആണെങ്കിൽ പാസ്റ്റ് ടെൻസിൽ സബ്ജക്റ്റ് പ്ലസ് V2 ആണെന്ന് അറിയാലോ. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ പ്രീവിയസ് ടെൻസ് ലെസൺസ് ഒന്നുകൂടെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഞാൻ ലിങ്ക് ബയോയിൽ ഇട്ടേക്കാം. പാസീവ് വോയിസ് എടുക്കുമ്പോൾ ഇത് സിമ്പിൾ ടെൻസസ് വരുമ്പോൾ അത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആയാലും പാസ്റ്റ് ടെൻസ് ആയാലും സബ്ജക്റ്റ് എടുക്കുക, അതിൻ്റെ കൂടെ ഫോം ഓഫ് ബി. ലുക്ക് അറ്റ് ദ സ്ക്രീൻ. ഫോം ഓഫ് ബി എന്ന് വെച്ചാൽ ഈസ്, ആർ, വാസ് ഓർ വെയർ ആണ്. അതിനനുസരിച്ചിട്ട് അതായത് സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ നോക്കി ടെൻസ് നോക്കിയിട്ട് ഇതിനനുസരിച്ചിട്ടുള്ള ബിയുടെ ഫോം കൊടുക്കണം. സിംഗുലർ ആണെങ്കിൽ ഈസ് പ്രസന്റ് ടെൻസിലും പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ വാസ് കൊടുക്കുമല്ലോ. ഐയുടെ കൂടെ മാത്രം. പ്രസന്റ് ടെൻസിലാണ് പ്ലൂറലാണ് സബ്ജക്റ്റ് എങ്കിൽ ആർ വരും, പാസ്റ്റ് ടെൻസിലാണെങ്കിൽ വേറെ വരും. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ പാസീവ് വോയിസിൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് V3 മാത്രമേ ഉള്ളൂ. ഇതിനിടെ ഓർമ്മിപ്പിക്കാൻ പറയുക, നമ്മൾ ആക്റ്റീവ് വോയിസിൽ ഈസാമാർ വാസ്വെയറിൻ്റെ കൂടെ ING ആണ് ഉപയോഗിക്കുക. പക്ഷെ പാസീവ് വോയിസ് എടുക്കുമ്പോൾ സ്പെഷ്യലി ശ്രദ്ധിക്കണം, സബ്ജക്റ്റ് എടുക്കുന്നു, ഫോം ഓഫ് ബി, ഇതിലേതെങ്കിലും ഫോം എടുത്തതിന് ശേഷം പ്ലസ് V3 ആണ് എഴുതുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ മദർ മേക്സ് ബ്രേക്ക്ഫാസ്റ്റ്. മദർ സിംഗുലർ ആണ്, അതുകൊണ്ടാണ് മേക്സ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞത്. പക്ഷേ അത് പാസീവ്, ഇതിപ്പോൾ ആക്റ്റീവ് വോയിസ് ആണ്, അമ്മയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ അമ്മ ഉണ്ടാക്കി നമുക്ക് പറയണ്ട, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ മതി. ബ്രേക്ക്ഫാസ്റ്റ് അത് സിംഗുലർ ആണല്ലോ, അപ്പോൾ അതിൻ്റെ കൂടെ വെർബ് വരിക ഈസ് ആണ്. മദർ മേക്സ് എന്നല്ലേ പറഞ്ഞത്, അപ്പോൾ അതിലേതാ വരിക? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അപ്പോൾ പാസീവ് വോയിസിൽ എന്ത് വരും? ബ്രേക്ക്ഫാസ്റ്റ് ഈസ് മെയ്ഡ് ബൈ മദർ. ഇനി ബൈ മദർ നമുക്ക് പറയേണ്ട ആവശ്യമില്ല, അമ്മ ഉണ്ടാക്കി എന്ന് പറയണ്ട, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാറുണ്ട് എന്നാണ് നമ്മുടെ മലയാളം സെന്റൻസ് വരിക. അങ്ങനെ വരുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഈസ് മെയ്ഡ് എന്ന് മാത്രം പറഞ്ഞ് നമുക്ക് നിർത്താവുന്നതാണ്. നമ്മളിനി പാസ്റ്റ് ടെൻസ് നോക്കാം. ഇപ്പോൾ പറഞ്ഞ പ്രസന്റ് ടെൻസിനെ പറ്റിയല്ലേ. പാസ്റ്റിൻ്റെ അകത്ത് ഗേറ്റ് ഓപ്പൺ ചെയ്തു, അതായത് ഗേറ്റ് തുറന്നു എന്നാണ് പറയേണ്ടത്. ഇന്ന് രാവിലെ 8 മണിയായപ്പോൾ ഗേറ്റ് തുറന്നു, ബാക്കിയൊന്നും പറയുന്നില്ല. ആരാ തുറന്നേന്നറിയില്ല, നമ്മൾ വന്നപ്പോൾ ഗേറ്റ് തുറന്ന് കിടക്കുകയാണ്. അപ്പോൾ ഗേറ്റ് തുറന്നു എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഗേറ്റ് വാസ് ഓപ്പൺ, സമ്മൺ ഓപ്പൺഡ്. ഗേറ്റ് ആണ് എന്ത്? ആക്റ്റീവ് വോയിസ്. ഓപ്പൺഡ്, OPENED. അപ്പോൾ അത് V2 ഫോം അല്ലേ, സബ്ജക്ട് പ്ലസ് V2. അതേസമയം ആരാ ചെയ്തതെന്ന് നമുക്കറിയില്ല. സബ്ജക്റ്റ്, വെർബ്, ഇതിൽ വരുന്ന ഒബ്ജക്റ്റ് ആണ് പാസീവ് വോയിസിൽ എന്തായി മാറുന്നത്? സബ്ജക്റ്റ് ആകുന്നത്. അപ്പോൾ സമ്മൺ ഓപ്പൺഡ് ഗേറ്റ്. അപ്പോൾ ഗേറ്റ് ഇപ്പോഴത്തെ സെന്റൻസിലെ സബ്ജക്റ്റ് ആകുന്നു. അപ്പം ഇത് നമ്മൾ ആക്റ്റീവ് പാസീവ് വോയിസ് ക്വസ്റ്റ്യൻ എഴുതി ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണ് സെന്റൻസിലെ ഒബ്ജക്റ്റ് എടുത്ത് സബ്ജക്റ്റ് ആക്കാനൊക്കെ നമുക്ക് തോന്നുന്നത്. അതേസമയം നമ്മൾ സ്വന്തമായിട്ട് പറയുമ്പോൾ ഗേറ്റ് തുറന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഗേറ്റ് അല്ലല്ലോ തുറന്നത്, അങ്ങനെ വേണം ആലോചിക്കാൻ. അപ്പം ഗേറ്റിലേക്ക് തുറന്നതിൻ്റെ ഇഫക്റ്റ് വരികയാണ്. That is why we start with the gate. Gate singular ആണ്, അതുകൊണ്ട് gate was opened. ഇനി ഗേറ്റ്സ് പ്ലൂറൽ ആണെങ്കിൽ എന്ത് വരും? ഗേറ്റ്സ് were opened. ഇപ്പോൾ ടീച്ചർ ഡിസ്ട്രിബ്യൂട്ടഡ് ആൻസർ ഷീറ്റ്സ് എന്നാണ്. ഡിസ്ട്രിബ്യൂട്ടഡ് പാസ്റ്റ് ടെൻസ് ആണ്, ചെയ്തു കഴിഞ്ഞു. അപ്പം ടീച്ചർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ളതല്ല, ആൻസർ കൊടുത്തു എന്നാണ്, ആൻസർ ഷീറ്റ്സ് കൊടുത്തു എന്നാണ് നമുക്ക് പറയേണ്ടത്. അപ്പം ആൻസർ ഷീറ്റ്സ് അത് പ്ലൂറലായി, അതുകൊണ്ട് വേണ്ട വിയുടെ ഫോം വെയർ, WERE വെയർ. ആൻസർ ഷീറ്റ്സ് വെയർ ഡിസ്ട്രിബ്യൂട്ടഡ്. ഇങ്ങനെയാണ് പാസ്റ്റ് ടെൻസ് വരിക. ഇതുപോലെ നമ്മുടെ ലൈഫിലുള്ള കോമൺ ആയിട്ട് വരുന്ന എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ നമുക്കറിയാം, നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്തു, നിങ്ങളാണല്ലോ എക്സാം അറ്റൻഡ് ചെയ്തത്. അപ്പോൾ എങ്ങനെ പറയും? എക്സാം വാസ് അറ്റൻഡഡ്. റിസൾട്ട് പബ്ലിഷ് ചെയ്തു, റിസൾട്ട് വാസ് പബ്ലിഷ്ഡ്. അപ്പം ഇന്നിപ്പോൾ പബ്ലിഷ് ചെയ്തോ അല്ലെങ്കിൽ റിസൾട്ട് ഈസ് പബ്ലിഷ്ഡ് എന്നായിരിക്കും വരിക. ഇത് ഓരോ ടെൻസിനനുസരിച്ച് വ്യത്യാസം വരും. ഇപ്പോൾ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസും സിമ്പിൾ പാസ്റ്റ് ടെൻസും ആണ് പറയുന്നത്. സിമ്പിൾ ടെൻസസ് വരുമ്പോൾ, ഞാൻ ഫ്യൂച്ചറിലേക്ക് പോകുന്നില്ല, അത് വേറെ റൂളാണ്.
പ്രസന്റ് എടുക്കുമ്പോഴും പാസ്റ്റ് ടെൻസ് എടുക്കുമ്പോഴും പാസീവ് വോയിസിൽ വരുന്ന സബ്ജക്റ്റ് ആദ്യം എഴുതണം. അത് കഴിഞ്ഞിട്ട് അതിനോട് ചേരുന്ന ടെൻസ് അനുസരിച്ചും സിംഗുലർ ആണോ പ്ലൂറൽ ആണോ നോക്കിയിട്ടുള്ള ബിയുടെ ഫോം ഈസ്, ആം, ആർ, വാസ് ഓർ വേർ ഇതിലേതാണ് ബിയുടെ ഫോം നോക്കിയിട്ട് അത് പ്ലസ് V3. പ്ലീസ് റിമെമ്പർ പാസീവ് വോയിസിൽ V3 മസ്റ്റ് ആണ്. ഇപ്പൊ ഗോ, വെന്റ്, ഗോ അതിൽ ഗോയാണ് V1, വെന്റ് V2, ഗോൺ V3 അങ്ങനെ മൂന്നാമത് വരുന്ന ഫോം അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ പാസീവ് വോയിസിൽ ഉറപ്പായിട്ട് ഉപയോഗിക്കണം. ആക്റ്റീവ് വോയിസിൽ വളരെ കുറച്ച് ടെൻസുകളിലേ അത് വരുന്നുള്ളൂ. പക്ഷെ പാസീവ് വോയിസിൽ ഏതെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പോർഷൻസ് നമ്മളിപ്പോൾ പഠിച്ചതനുസരിച്ച് ഫോം ഓഫ് ബി കഴിഞ്ഞിട്ട് V3 ആണ് ഉപയോഗിക്കേണ്ടത്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ഇറ്റ്.